റിപ്പോർട്ടറിന്റെ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരുകയാണ്. ലഹരി കണ്ടെത്താൻ വിദ്യാർത്ഥികൾ തേടുന്നത് നൂതന വഴികളാണ്. വ്യാജ കുറിപ്പടി നൽകി മാരക രോഗങ്ങളുടെ ഗുളികകൾ ലഹരിക്ക് ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. വേദന സംഹാരി മുതൽ ക്യാൻസർ, മനോരോഗ ഗുളിക വരെ ലഹരിക്കായി ഉപയോഗിക്കുന്നു കുട്ടികൾ. ഇത്തരം ഗുളികകൾക്ക് ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കിയതോടെ വ്യാജ കുറിപ്പടികളുമായാണ് ലഹരിയുടെ സംഘം മെഡിക്കൽ ഷോപ്പുകളിൽ എത്തുന്നത്. പ്രശസ്ത ഡോക്ടർമാരുടെ പേരിലടക്കം വ്യാജ കുറിപ്പടികൾ ഇറക്കുന്നതായി പരാതികളുണ്ട്. വ്യാജ കുറിപ്പടികളുമായി എത്തുന്നതിൽ കൂടുതലും വിദ്യാർത്ഥികളാണെന്ന് മെഡിക്കൽ ഷോപ്പ് ഉടമകൾ പറയുന്നു. പ്രതികരണം കേൾക്കാം. വ്യാജ കുറിപ്പടി ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ് ഉടമകളും ഫാർമസിസ്റ്റുകളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ടാപ്പൻഡോ എന്ന് പറയുന്നൊരു മരുന്ന് സാധാരണ ഓങ്കോളജിസ്റ്റുകൾ കുറിക്കുന്നതാണ്. ഇതിന്റെ എഫക്റ്റ് അല്ല അവരുദ്ദേശം, അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അപ്പൊ അഡ്വേഴ്സ് എഫക്റ്റ് പോലും ഈ മയക്കുമരുന്ന് മാഫിയകൾ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള അറിവ് നമുക്ക് ഞെട്ടിക്കുന്ന ഒന്നാണ്. മനോരോഗത്തിനുള്ള മരുന്നുകൾ, ഉറക്ക ഗുളികകൾ, ഉന്മാദ ഗുളികകൾ. ഇപ്പൊ ഈ ചില സൈക്യാട്രിക് പേഷ്യൻസ് ഒന്നും മിണ്ടാതെ മൂകമായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഗുളികയുണ്ട്, അവർ ആക്റ്റീവ് ആകാനായിട്ട്. അങ്ങനെയുള്ള ഗുളികകളൊക്കെയാണ് കഴിക്കുന്നത്. ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ ഇത്തരം മരുന്ന് തിരക്കി വന്നിട്ട് കൊടുക്കാഞ്ഞിട്ട് കട ആക്രമിച്ച സംഭവങ്ങൾ പോലെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ആവശ്യക്കാരെ സ്കൂൾ കുട്ടികളെയൊക്കെ പറഞ്ഞു വിടും, കൊച്ചു കുട്ടികളെയൊക്കെ പറഞ്ഞു വിടും. അതുപോലെ തന്നെ ഈ 50-100 ഒക്കെ കൊടുത്തു കഴിഞ്ഞ പ്രായമായവരെ വിടും. അപ്പൊ നമ്മൾ സംശയിക്കത്തില്ല, ഡോക്ടർ എഴുതുന്ന അതേ രീതിക്ക് അതുപോലെ തന്നെ എഴുതും. ആ രോഗവിവരങ്ങൾ ഉണ്ടാകും. അതുപോലെ വ്യാജ സീലുകൾ, ഒരു ഡോക്ടറുടെ വ്യാജ സീല് കൃത്യമായിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഈ കുറിപ്പടി എന്റേതല്ല, ഇതിനനുസരിച്ച് മരുന്ന് കൊടുക്കരുത് എന്നുള്ള ഒരു വിശദീകരണ നോട്ട് പോലും ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തന്നു. ശരത് എസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ് ശരത്. ലഹരി കണ്ടെത്താൻ പല വഴികളാണ് ഈ സംഘങ്ങൾ തേടുന്നത്. കുറിപ്പടികൾ നിർബന്ധമാക്കിയപ്പോൾ കുറിപ്പടി തന്നെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ടാണ് ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തുന്നത്. ഇന്നലെ നെയ്യാറ്റിൻകരയിൽ ഏതോ മെഡിക്കൽ ഷോപ്പിലെ ഉടമയെ കയറി അടിക്കുന്നതും നമ്മൾ കണ്ടു. ഈ സംഘം വ്യാജ കുറിപ്പടിയാണ് തിരിച്ചറിഞ്ഞതുകൊണ്ട് പല ആളുകളും ഭയന്നുകൊണ്ട് ഈ വ്യാജ കുറിപ്പടിയാണെന്ന് തിരിച്ചറിഞ്ഞാലും മരുന്ന് നൽകുന്നൊരവസ്ഥയുണ്ട് അല്ലേ ശരത്? തീർച്ചയായും അരുൺകുമാർ, അതായത് ഇത് പല കാലങ്ങളായി തുടങ്ങിയ സംഭവമാണ്. അതായത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഇത്തരം ലഹരി കണ്ടന്റ് അടങ്ങിയ ഗുളികകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് നേരത്തെ തന്നെ സംഭവം കണ്ടെത്തിയതാണ്. പക്ഷേ ഇത് നിയന്ത്രിച്ചത് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം ഗുളികകൾ നൽകരുത് എന്ന കാര്യം മെഡിക്കൽ ഷോപ്പ് ഉടമകൾ ഉൾപ്പെടെ നിർബന്ധമാക്കി കർശനമാക്കി നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ ഇത്തരം ഗുളികകൾ ഇവർക്ക് കിട്ടാതെ വരികയും പിന്നീട് ഇതിന്റെ ഉപയോഗം കുറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇത്തരം ഗുളികകളെ ലഭിക്കാൻ വേണ്ടി ഇവർ കണ്ടെത്തിയത് പുതിയ വഴിയാണ്. അതായത് വ്യാജ കുറിപ്പടി തയ്യാറാക്കുന്നു. അതിൽ വ്യാജ കുറിപ്പടി എന്ന് പറയുമ്പോൾ ഒരു ഷീട്ടോ അല്ലെങ്കിൽ ഒരു എഴുത്തോ മാത്രമല്ല, കൃത്യമായ രീതിയിൽ ഡോക്ടർമാർ എങ്ങനെയാണോ ഒരു മരുന്ന് എഴുതാറുള്ളത് അതേപോലെ ഹാൻഡ് റൈറ്റിംഗിൽ സീൽ ഉൾപ്പെടെ ഒരു ഡോക്ടർമാരുടെ അതേപോലെ തന്നെ എഴുതി, അങ്ങനെ ഈ മെഡിക്കൽ ഷോപ്പ് ഉടമകളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്തരം ഗുളികകൾ ഇവർ സംഘം കൈക്കലാക്കുന്നത് എന്നുള്ളതാണ്. ഇത് മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉയരുന്നത് എങ്ങനെയാണ്? അതായത് ഏതെങ്കിലും ഒരു രോഗത്തിന്റെ മരുന്നിനായിരുന്നില്ല ഇവർ വരുന്നത്. ഇപ്പോൾ പനിയുടെയും വയറുവേദനയൊക്കെ തന്നെ മരുന്ന് ഈ കൂട്ടത്തിലുണ്ടാകും. ഒപ്പം ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ മാനസിക രോഗത്തിന് അല്ലെങ്കിൽ നാഡീ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള അത്തരം പ്രധാനപ്പെട്ട ഗുളികകൾ കൂടി ഈ കൂട്ടത്തിൽ വരും. അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത രോഗങ്ങളുടെ ഗുളികകൾ വരുന്ന സമയത്താണ് ഈ മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്ക് ഒരു സംശയം വരുന്നത്. അങ്ങനെ ഈ പ്രിസ്ക്രിപ്ഷൻ അവരൊരു ഫോട്ടോ എടുത്തു വെച്ചു. തുടർന്ന് ഇത് ഏത് ഡോക്ടറാണോ ഇത് എഴുതിയതെന്ന് പരിശോധിക്കുന്നു. അങ്ങനെ ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് തങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ അല്ല, ഇത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഡോക്ടറുടെ പേരിൽ പോലും വ്യാജമായ രീതിയിൽ ഈ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഡോക്ടർ വേണുഗോപാലിന്റെ പേരിലായിരുന്നു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയത്. ആ രീതിയിൽ ഈ ഡോക്ടർ മുൻപ് ജോലി ചെയ്തിരുന്ന അതേ രീതിയിലുള്ള എങ്ങനെയാണോ ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരുന്നത് ആ സീൽ ഉൾപ്പെടെ ഉപയോഗിച്ച് ഈ വേണുഗോപാലിന്റെ പേരിൽ പ്രിസ്ക്രിപ്ഷൻ ഇറക്കി എന്നുള്ളതാണ്. തുടർന്ന് അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ മെഡിക്കൽ ഷോപ്പ് ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് തന്റെ ഒരു വിശദീകരണം നൽകുകയും ഇത്തരം പ്രിസ്ക്രിപ്ഷനുമായി വരുന്നവർക്ക് മരുന്ന് നൽകരുതെന്ന് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത്തരം മരുന്നുകൾ, അതായത് മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന ഗുളികകൾ, അതേപോലെ തന്നെ നാഡീ സംബന്ധമായ അസുഖങ്ങൾ
രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുളികകൾ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കുള്ള ഉപയോഗിക്കുന്ന ഗുളികകൾ, അതിലൊക്കെ തന്നെയാണ് യുവതലമുറ ലഹരി കണ്ടെത്തുന്നത്. ഇത് കൂടുതലും വിദ്യാർത്ഥികളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികളാണ് ഈ മെഡിക്കൽ ഷോപ്പുകളിൽ പലപ്പോഴും വരുന്നത്. സ്കൂളിന് അടുത്തോ തൊട്ടടുത്തുള്ള ഇത്തരത്തിൽ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് ഇവരെത്തും. തുടർന്ന് ഈ ഷീട്ട് നൽകുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നും തന്നെ പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെ സംശയിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ കരുതുന്നു. പക്ഷേ ഈ മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്ക് സ്വാഭാവികമായും പല രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻ അവർ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാതൊരു ബന്ധവുമില്ലാത്ത രോഗങ്ങളുടെ ലിസ്റ്റും അതിനൊപ്പം വ്യത്യസ്ത മരുന്നുകളും കാണുമ്പോൾ തന്നെ അവർക്ക് സംശയം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇതൊരു കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. ഒരു മെഡിക്കൽ ഷോപ്പ് ഉടമയാണ് ഈ ഡോക്ടർക്ക് തന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുത്തത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു കണ്ടെത്തലുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു നെയ്യാറ്റിൻകര ഇത്തരത്തിൽ ഈ ലഹരി ഗുളികകൾ നൽകാതെ തുടർന്ന് കട അടിച്ചുപൊളിച്ച സംഭവം. അങ്ങനെ ഇത് ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചുള്ള ലഹരി കണ്ടെത്തുന്ന സംഘം വ്യാപിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളല്ല, ഇതിലൊരു മാഫിയ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ ഷോപ്പ് ഉടമകൾ ഉൾപ്പെടെ ഒരു സംശയമായി പങ്കുവെക്കുന്നത്. അതായത് ഇത്തരം വ്യാജ സീൽ ഉണ്ടാക്കണം, അതിന്റെ പ്രിസ്ക്രിപ്ഷനും ഡോക്ടർമാരെ പോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവുമുള്ള ആ രീതി അദ്ദേഹത്തിന് ഇത്തരം ഗുളികകളെ കുറിച്ചുള്ള ധാരണയുള്ള ആളുകൾ വേണം. വലിയ മാഫിയ സംഘമുണ്ട് ശരത് ഇതിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ്. ശരത്താണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും പ്രത്യേകം സൂക്ഷിക്കുക. വ്യാജ കുറിപ്പടികളുമായിട്ടാണ് ഈ ലഹരി വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികളടക്കമുള്ളവർ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തുന്നത് എന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമകളുടെ പ്രതിനിധികൾ നമ്മളോട് പറയുന്നത്. ഗൗരവമേറിയ വിഷയമാണ്, ആഴത്തിൽ ശ്രദ്ധ പതിയേണ്ട വിഷയമാണ്. റിപ്പോർട്ടർ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരും.